അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ മുഅ്മിനുൽ ജബ്ബാറുൽ മുഹൈമിനുൽ ഗഫ്ഫാർ ഗാഫിറു ദംബി വഖാബിലു തൗബ ലഹുൽ കിതാബ് ഇലൈഹിൽ ഇയാബ് വഅലൈഹിൽ ഹിസാബ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, സർവശക്തനും ജഗന്നിയന്താവും കാരുണ്യവാനുമായ അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷങ്ങൾ നമ്മിൽ വർഷിക്കുമാറാകട്ടെ നാമുകമായി പ്രാർത്ഥിക്കുകയാണ്. പെരിങ്ങോട്ടുകരയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രവർത്തകന്മാർ സംഘടിപ്പിച്ച മതവും മനുഷ്യനും എന്ന തലക്കെട്ടിലുള്ള ഈ സംവാദം ഇവിടെ സമാരംഭം കുറിക്കുകയാണ്. മതം വളരെ വ്യാപകമായ വിധത്തിൽ നിരന്തരമായ ചർച്ചകൾക്ക് വിധേയമാകുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ഒരു ഭാഗത്ത് മനുഷ്യരുടെ സ്വസ്ഥതയും സമാധാനവും തകർക്കുന്നതും ശാന്തമായി ജീവിക്കാനും സ്വൈരമായി അന്തിയുറങ്ങാനും മനുഷ്യരുടെ മുമ്പിൽ തടസ്സം സൃഷ്ടിക്കുന്നതും മതമാണ് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ പോലും ശക്തിപ്പെട്ട കാലഘട്ടമാണ് നമ്മുടേത്. മതത്തിൻ്റെ പേരിൽ ആളുകൾ പരസ്പരം കലഹങ്ങൾ ഉണ്ടാവുകയും മതവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ പരസ്പരം ശത്രുതകൾ സൃഷ്ടിക്കപ്പെടുകയും മാനുഷികമായ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും പരസ്പരം കാണാനാകാത്ത വിധം മതം മനുഷ്യർക്കിടയിൽ മതിൽക്കെട്ടുകളായി മാറുകയും ചെയ്ത ഒരു സാഹചര്യം കൂടിയാണ് നമ്മുടേത്. മനുഷ്യർ ഏറ്റവും അധികം വെറുക്കുന്ന ഭീകരവാദത്തെ പോലെയുള്ള തീവ്രവാദത്തെ പോലെയുള്ള ആശയങ്ങൾ മതത്തെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ സമൂഹത്തിൽ ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യരോട് ലോകത്ത് ജീവിക്കുന്ന ഏതൊരാളോട്
നമ്മൾ സത്യസന്ധമായി മനുഷ്യ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം, നിരന്തരമായി മനുഷ്യരോട് ഇടപെട്ടുകൊണ്ട് എക്കാലഘട്ടത്തിലും മതം മനുഷ്യനോടൊപ്പം ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ ചരിത്രത്തിൽ, മനുഷ്യന്റെ ചരിത്രത്തിൽ അക്ഷരങ്ങളില്ലാത്ത കാലഘട്ടമുണ്ട്. നമുക്ക് ആശയങ്ങൾ പങ്കുവെക്കാൻ ചിത്രം വരച്ച് പരസ്പരം ആശയവിനിമയം നടത്തിയ കാലഘട്ടം നമ്മുടെ ചരിത്രത്തിലുണ്ട്. അക്ഷരങ്ങളെ വായിക്കാൻ അറിയാത്ത കാലഘട്ടം നമുക്കുണ്ട്. അറിയുന്ന അക്ഷരങ്ങളെ കൂട്ടിവെച്ച് അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത ചരിത്രം കടന്നുപോയിട്ടുണ്ട്. ശാസ്ത്രം ഇല്ലാത്ത, സാങ്കേതിക വിദ്യകളില്ലാത്ത, ആധുനിക ശാസ്ത്രത്തിന്റെ ഗുണങ്ങളൊന്നും അനുഭവിക്കാത്ത അനേകം കാലഘട്ടം മനുഷ്യരുടെ ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ ലോകത്ത് ഏത് കാലഘട്ടത്തിലാകട്ടെ, ഏത് സമൂഹത്തിലാകട്ടെ, ഏത് രാജ്യത്താകട്ടെ, മതമില്ലാത്ത, ആത്മീയതയില്ലാത്ത ഒരു കാലഘട്ടം മനുഷ്യരുടെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല, കടന്നു പോയിട്ടില്ല. സത്യത്തിൽ എന്തിനാണ് മനുഷ്യർക്ക് മതം? എന്തിനാണ്? മതമില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്? അങ്കുലീപരിമിതമാണ്, വിരലിൽ എണ്ണാവുന്ന അത്ര പരിമിതമാണ്. നമ്മുടെ നാട്ടിലെ യുക്തിവാദികളും നിരീശ്വരവാദികളും എങ്കിൽ പോലും അവര് നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരാശയം, ചെറിയ ശബ്ദം മതി, കുറച്ച് ചെറിയ ശബ്ദം. നമ്മുടെ നാട്ടിൽ അവർ പ്രചരിപ്പിക്കുന്ന ആശയം മനുഷ്യരുടെ മനസ്സിൽ നിന്നും മസ്തിഷ്കത്തിൽ നിന്നും മതം മാറി നിൽക്കുന്നതോടുകൂടെ ആത്മീയതയിൽ നിന്ന് മനുഷ്യർ മോചിക്കുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യരാവുക എന്നാണ്. ഇവിടെയാണ് നമുക്ക് വളരെ ഗൗരവത്തോടുകൂടെ ജാതികൾക്കും മതങ്ങൾക്കും കക്ഷിത്വങ്ങൾക്കും എല്ലാം അതീതമായി മനുഷ്യർ എന്ന നിലയ്ക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ചോദ്യവും അന്വേഷണവും നമുക്ക് ആവശ്യമായി വരുന്നത്. ഒരു ഭാഗത്ത് മതം മനുഷ്യനെ തകർക്കുന്നുവെന്നും മതം പിന്തിരിപ്പിനാണെന്നും പുരോഗതിക്ക് പ്രതിബന്ധമാണെന്നും മനുഷ്യ പരിഷ്കാരങ്ങളെ മുഴുവൻ തച്ചുടക്കുന്നത് മതമാണ് എന്നുമൊക്കെ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ വർത്തമാനകാല സാഹചര്യങ്ങളിൽ ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മതങ്ങളുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളെയും ഏറ്റുമുട്ടലുകളെയും കലാപങ്ങളെയും ആയുധങ്ങളെയും പോരാട്ടങ്ങളെയും യുദ്ധങ്ങളെയും സംഘർഷങ്ങളെയും ഒക്കെ നാം വായിച്ചെടുക്കുമ്പോൾ ഇതിന്റെ എല്ലാം ഇടയിൽ നിന്നുകൊണ്ട് മതത്തിന്റെ പ്രസക്തി എന്താണ്? മതത്തിന്റെ ആവശ്യകത എന്താണ്? മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മതമില്ലെങ്കിൽ എന്താ? നമ്മുടെ രാജ്യത്ത്, നാം ജീവിക്കുന്ന ലോകത്ത് മതം ഇല്ലെങ്കിൽ, ആത്മീയത ഇല്ലെങ്കിൽ എന്താണ്? മതമുണ്ട് എന്നതുകൊണ്ട് നമുക്ക് എന്ത് നേട്ടങ്ങളാണ് ലോകത്തുണ്ടാകുന്നത്? മനുഷ്യർക്ക് മതമില്ലാതെയായാൽ മനുഷ്യർക്ക് എന്ത് നഷ്ടങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്? തീർച്ചയായും വളരെ പ്രബുദ്ധമായ ഒരു സദസ്സ് എന്ന നിലയ്ക്ക് നമുക്കിതിനെപ്പറ്റി അതീവ ഗൗരവത്തോടുകൂടെ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. സത്യത്തിൽ മതത്തെക്കുറിച്ച് തെറ്റായ ധാരണകൾ മനുഷ്യർക്കിടയിൽ സൃഷ്ടിക്കപ്പെട്ടത് മതം ഭൗതികമായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചില ആളുകൾ ഉപയോഗപ്പെടുത്തിയപ്പോഴാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, മതം എന്ന് പറയുമ്പോൾ ദൈവിക മതവും പുരോഹിത മതവും ഉണ്ട് എന്നതാണ്. മതം എന്ന് പറയുന്ന ഒരൊറ്റ പേരിൽ ലോകത്ത് പരിചയപ്പെടുത്തപ്പെടുന്ന ആത്മീയതയിൽ ദൈവികമെന്നും പുരോഹിത മതമെന്നും അതിനെ നമുക്ക് രണ്ടായി വേർതിരിക്കാൻ പറ്റും.
പുരോഹിത മതമെന്ന് ഞാൻ പറയുന്നത് അവനവന്റെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മതത്തിന്റെ പ്രമാണങ്ങളെ വളച്ചൊടിച്ചും വികൃതവൽക്കരിച്ചും തങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാനും തങ്ങൾക്ക് വ്യക്തിപരമായി നേട്ട ഗുണങ്ങൾ ഉണ്ടാക്കാനും കാലാകാലങ്ങളിൽ പുരോഹിതന്മാർ മതത്തിന്റെ ലേബൽ ഒട്ടിച്ചുകൊണ്ട് മനുഷ്യർക്കിടയിൽ അവതരിപ്പിച്ച ആശയങ്ങളെയാണ് പുരോഹിത മതമെന്ന് പറയുന്നത്. ദൈവിക മതമെന്ന് പറയുന്നത് ദൈവപ്രോക്തമായ ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ള ദിവ്യ സന്ദേശങ്ങളാൽ ലോകത്ത് പഠിപ്പിക്കപ്പെട്ട ആദർശത്തെ. സത്യത്തിൽ മതം ലോകത്തെക്കാലഘട്ടത്തിലും പരിശുദ്ധ ഖുർആനിന്റെ വീക്ഷണപ്രകാരം പ്രപഞ്ച സൃഷ്ടാവായ ദൈവം തമ്പുരാന്റെ അടുക്കൽ നിന്ന് മതം പഠിപ്പിക്കുന്നതിനു വേണ്ടി ലോകത്ത് എല്ലാ പ്രദേശങ്ങളിലേക്കും എല്ലാ കാലഘട്ടങ്ങളിലും ദൈവദൂതന്മാർ കടന്നു വന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ദൈവിക മതം മനുഷ്യർക്ക് പഠിപ്പിക്കാൻ, ദൈവിക മതം മനുഷ്യരെ പരിചയപ്പെടുത്താൻ, ദൈവികമായ മതത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കാൻ കാലാകാലങ്ങളിൽ ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ള ദൂതന്മാർ മനുഷ്യർക്കിടയിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ലിക്കുല്ലി ഖൗമിൻ ഹാദ് പരിശുദ്ധ ഖുർആനിൽ 13-ാം അധ്യായം സൂറത്തുൽ റഅദിൽ 7-ാമത്തെ വചനത്തിൽ കാണാം, എല്ലാ ജനവിഭാഗങ്ങൾക്കും, ലോകത്ത് ഇന്നേ വരെ കടന്നുപോയ മുഴുവൻ ജനസമൂഹങ്ങൾക്കും മാർഗദർശനത്തിനു വേണ്ടി, മാർഗദർശനം നൽകുന്നതിനു വേണ്ടി ദൈവദൂതന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് താക്കീതുകാർ കടന്നു വരാത്ത ഒരു ജനതയും ഒരു സമൂഹവും ലോകത്തെവിടെയും കടന്നു പോയിട്ടില്ല. ദൈവികമായ സന്ദേശങ്ങൾ മനുഷ്യർക്ക് പഠിപ്പിക്കപ്പെടുകയും ദൈവികമായ മതത്തിലേക്ക് ലോകം ക്ഷണിക്കപ്പെടുകയും എക്കാലഘട്ടങ്ങളിലും ജനങ്ങൾ ദൈവികമായ മതത്തിന്റെ സന്ദേശങ്ങൾ എത്തിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ദൈവിക മതം ലോകത്ത് നിലനിൽക്കെ തന്നെ അത് കൈകാര്യം ചെയ്യേണ്ടുന്ന ആളുകൾ, അതിന്റെ കൈകാര്യകർത്തൃത്വം ഏൽപ്പിക്കപ്പെട്ടവർ കാലാകാലങ്ങളിലെ പുരോഹിതന്മാർ ദൈവിക മതത്തെ തങ്ങളുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റിയും തിരുത്തിയും ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. തെറ്റായ രീതിയിൽ മതത്തെ പ്രതിനിധാനം ചെയ്യുന്നവരായി പുരോഹിതന്മാർ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടു. ദൈവിക മതത്തെ ദൈവപ്രോക്ത സന്ദേശങ്ങൾക്ക് അനുസൃതമായി മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അത് തങ്ങളുടെ നിലനിൽപ്പിന് പ്രതിബന്ധമാകുമെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ദൈവപ്രോക്ത സന്ദേശങ്ങളിൽ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് മാറ്റിമറിച്ച് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രവണത മതപുരോഹിതന്മാരുടെ ഭാഗത്ത് ലോകത്തുണ്ടായി. എന്താണോ വേദഗ്രന്ഥങ്ങളിലൂടെ ദൈവികമായ സന്ദേശങ്ങളിലൂടെ ലോകത്ത് മതത്തെക്കുറിച്ച് മനുഷ്യർക്ക് പഠിപ്പിക്കപ്പെട്ടത്, അതിനു വിരുദ്ധമായി, തീർത്തും വിരുദ്ധമായി, തങ്ങളുടെ താല്പര്യ സംരക്ഷണത്തിൽ അധിഷ്ഠിതമായി മാത്രം സിദ്ധാന്തങ്ങളെയും ആശയങ്ങളെയും ആദർശങ്ങളെയും പടച്ചുവിട്ട് അതാണ് മതമെന്ന നിലയ്ക്ക് മനുഷ്യരെ പഠിപ്പിക്കുന്ന പ്രവണതകൾ ലോകത്തുണ്ടായി. ഇത്തരം ഒരു വ്യതിയാനം മതത്തിന്റെ കാര്യത്തിൽ ഉണ്ടായോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ലോകത്ത് നിലനിൽക്കുന്ന മതത്തെ, ആത്മീയതയെ നാം രണ്ടായി വേർതിരിക്കണം തീർച്ചയായും. അതിലൊന്ന് ദൈവിക മതമാണ്, രണ്ടാമത്തേത് പുരോഹിത മതമാണ്. എങ്ങനെയാണ് പുരോഹിത മതത്തെ മനസ്സിലാക്കാൻ കഴിയുക? ദൈവിക മതം അഭിസംബോധന ചെയ്യുന്നത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയുമാണ്. പുരോഹിത മതം അഭിസംബോധന ചെയ്യുക അതാത് കക്ഷികളെ, അതാത് പ്രാദേശിക വിഭാഗങ്ങളെ, അതാത് വർഗങ്ങളെ ഒക്കെ വേർതിരിച്ചുകൊണ്ട് മനുഷ്യരെ തട്ടുകളാക്കി മാറ്റിയാണ് പുരോഹിത മതം അഭിസംബോധന ചെയ്യുക. ദൈവിക മതം മനുഷ്യരെ സൃഷ്ടിച്ച പ്രപഞ്ചരക്ഷിതാവായ ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ള അവതരിപ്പിക്കപ്പെട്ട മതം എന്ന നിലയ്ക്ക് അത് മനുഷ്യരെ മുഴുവൻ അഭിസംബോധന ചെയ്യുന്ന മതമാണ്. എക്കാലഘട്ടത്തിലെയും പുരോഹിത മതങ്ങൾ ഒരുപക്ഷെ
ആ കാലഘട്ടത്തെ അഭിസംബോധന ചെയ്യുന്നു. അതല്ലെങ്കിൽ ആ പ്രദേശത്തെ, ഒരു ജാതിയെ, ഏതെങ്കിലും ഒരു പ്രത്യേക വർഗത്തെ, ഒരു വംശത്തെ ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് മതങ്ങൾ ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെയാണ് മതത്തിന്റെ പേരിൽ വിഭാഗീയത ഉണ്ടായി എന്ന് ചരിത്രത്തിൽ നാം മനസ്സിലാക്കുന്നു. ലോകത്ത് എല്ലാ മനുഷ്യരിലേക്കും, എല്ലാ പ്രദേശങ്ങളിലേക്കും, എല്ലാ കാലഘട്ടങ്ങളിലേക്കും ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ദൂതന്മാർ കടന്നു വന്ന് പഠിപ്പിച്ച മതമെന്ന് പറയുന്നത് ഒരേ സന്ദേശമാണ്, ഒരേ ആദർശമാണ്. ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ള ഒരു ഏക മതമാണ് ലോകത്ത് പഠിപ്പിക്കപ്പെട്ടത്. വ്യത്യാസങ്ങൾ ഉണ്ടായത് എവിടെയാണ്? പുരോഹിതന്മാർ മതത്തിൽ ഇടപെട്ടപ്പോ, പുരോഹിതന്മാർ മതത്തെ ദുരുപയോഗപ്പെടുത്തിയപ്പോ, പുരോഹിതന്മാർ മതത്തെ ചൂഷണം ചെയ്തപ്പോ, മതവിശ്വാസത്തെ ചൂഷണം ചെയ്തപ്പോ, അവിടെയാണ് ദൈവിക മതമൊന്ന് വേറെയും പുരോഹിത മതമൊന്ന് വേറെയും ഉണ്ടായത്. നാം മതവും മനുഷ്യരും എന്ന് ചർച്ച ചെയ്യുന്നത് പുരോഹിത മതങ്ങളും മനുഷ്യരും എന്ന അർത്ഥത്തിലല്ല, ദൈവിക മതവും മനുഷ്യരും എന്ന അർത്ഥത്തിലാണ്. ഒന്ന്, ദൈവിക മതത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചത്, മനുഷ്യരെ ഒന്നായി അഭിസംബോധന ചെയ്യുന്നു എന്നതാണ്. അതോടൊപ്പം ദൈവിക മതം പുരോഹിത മതത്തോട് വേറിട്ട് നിൽക്കുന്ന മൗലികമായ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളിൽ, വളരെ സുപ്രധാനമായ വ്യത്യാസങ്ങളിൽ ഒന്ന്, ആരാധനയുമായി ബന്ധപ്പെട്ടും പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുമാണ്. ദൈവിക മതം മനുഷ്യരോട് എക്കാലത്തും പഠിപ്പിച്ചത് ദൈവത്തെ ആരാധിക്കാനാണ്. നമ്മൾ ലോകത്തിന്റെ ചരിത്രം ഇങ്ങനെ പരിശോധിച്ചാൽ, മനുഷ്യരുടെ ചരിത്രം പരിശോധിച്ചാൽ, ലോകത്ത് ആത്മീയതയായി നിലനിൽക്കുന്ന ഏത് ആദർശത്തെ പരിശോധിച്ചാലും ദൈവത്തെ ആരാധിക്കാനുള്ള ആഹ്വാനങ്ങൾ അവിടെ കാണാൻ പറ്റും. അത് ഭാരതീയ വേദങ്ങളാകട്ടെ, സെമിറ്റിക് മതങ്ങളാകട്ടെ, അതിൽ ഇസ്ലാം ആകട്ടെ, ക്രൈസ്തവ മതമാകട്ടെ, ജൂതമതമാകട്ടെ, ഭാരതീയ ദർശനങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ ഹിന്ദുമതങ്ങളെ പോലെയുള്ള, ഹിന്ദുമതത്തെ പോലെയുള്ള മതങ്ങളാകട്ടെ, അവിടെയൊക്കെ സാക്ഷാൽ ദൈവം തമ്പുരാനെ ആരാധിക്കാൻ പറയുന്ന ആഹ്വാനങ്ങൾ ഈ ഗ്രന്ഥങ്ങളിലെല്ലാം കാണും. അത് ദൈവിക മതത്തിന്റെ സ്വാധീനത്തിന്റെ ഫലമായാണ് ആ ഗ്രന്ഥങ്ങളിൽ അത് നിലനിൽക്കുന്നത്. മനുഷ്യർ ആരെ ആരാധിക്കണമെന്നും ആരോട് പ്രാർത്ഥിക്കണമെന്നും ചോദിക്കുന്നിടത്ത് ദൈവിക മതം കാലാകാലങ്ങളായി മനുഷ്യർക്ക് നൽകിയ ഉത്തരം ദൈവത്തെ ആരാധിക്കണമെന്നാണ്. പുരോഹിത മതങ്ങൾ, ലോകത്തെ കാലഘട്ടത്തിൽ രൂപപ്പെട്ട പുരോഹിത മതങ്ങളെ പരിശോധിച്ചാലും സ്രഷ്ടാവായ ദൈവം തമ്പുരാനെ ആരാധിക്കുന്നതിന് പകരം സൃഷ്ടികളെ ആരാധിക്കണം എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് പുരോഹിത മതങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. ഏത് കാലഘട്ടത്തിൽ ഏത് മതത്തിന്റെ ലേബിളിൽ പുരോഹിതന്മാർ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടുവോ അവിടെയെല്ലാം സാക്ഷാൽ ദൈവത്തെ അവഗണിക്കുകയും ദൈവത്തിന്റെ സൃഷ്ടികളെ ഒരുപക്ഷെ ദൈവം തന്നെയായി ആരോപിച്ചുകൊണ്ട് മനുഷ്യനും ദൈവത്തിനും ഇടയിലുള്ള ദല്ലാളന്മാരായി പരിചയപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ പ്രതീകങ്ങളായും ദൈവത്തിന്റെ പ്രതിബിംബങ്ങളായും ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായും മനുഷ്യ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടൊക്കെ സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളിലേക്ക് മനുഷ്യന്റെ ആരാധനയും പ്രാർത്ഥനയും വഴിതിരിച്ചുവിടുക എന്ന പ്രവർത്തനമാണ് കാലാകാലങ്ങളിൽ പുരോഹിതന്മാർ മതങ്ങളിൽ നിർവഹിച്ചത്. ഇതെന്തിനാണ്? മനുഷ്യനെ സൃഷ്ടിച്ച സാക്ഷാൽ ദൈവം തമ്പുരാനെ ആരാധിക്കുന്നിടത്ത് പുരോഹിതന്മാർക്ക് വരുമാനങ്ങളില്ല, സാമ്പത്തികമായ നേട്ടങ്ങളോ ഗുണങ്ങളോ അവർക്ക് ലഭ്യമാവുകയില്ല. തീർച്ചയായും സൃഷ്ടികളെ പൂജിക്കുന്ന, സൃഷ്ടികളുടെ മുമ്പിൽ തലകുനിക്കുന്ന, അത് ആൾ ദൈവങ്ങളാകട്ടെ, മനുഷ്യ ദൈവങ്ങളാകട്ടെ, കല്ലാകട്ടെ, കബറാകട്ടെ, അതിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുന്ന, വണങ്ങുന്ന ഒരു പ്രവണതയിലേക്ക് മനുഷ്യർ മാറിയാൽ അതിലൂടെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും സഫലമാകുന്നതിനു വേണ്ടി മനുഷ്യരിൽ നിന്ന് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനാകുമെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് പുരോഹിതന്മാർ ആരാധനകൾ സ്രഷ്ടാവിൽ നിന്ന് സൃഷ്ടിയിലേക്ക് തിരിക്കുന്ന ഒരു രീതി പുരോഹിത മതങ്ങളുമായി ബന്ധപ്പെട്ട് എക്കാലഘട്ടത്തിൽ ഉണ്ടായത്. പുരോഹിത മതങ്ങൾ സാക്ഷാൽ ദൈവിക മതത്തെ മറച്ചുപിടിച്ചു എന്ന് പറയുമ്പോൾ അതേതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിലാണ് എന്ന് നാം കരുതേണ്ടതില്ല. ഇസ്ലാമിന്റെ ഭാഗമായും മുസ്ലിം സമുദായത്തിലും ക്രൈസ്തവ സമൂഹത്തിലും ഹൈന്ദവ സമൂഹത്തിലും ഏതൊരു മതവിഭാഗത്തിലും നോക്കിയാൽ പുരോഹിതന്മാർ ആ മതത്തെ വന്ന് കയ്യേറ്റം ചെയ്തുകൊണ്ട്
ജനങ്ങളുടെ വിശ്വാസത്തെ മാറ്റിമറിച്ച് മനുഷ്യരുടെ മനസ്സിൽ ദൈവമെന്ന നിലക്ക് പ്രതിഷ്ഠിക്കപ്പെടേണ്ടുന്ന യഥാർത്ഥ വിശ്വാസത്തിന് പകരം സൃഷ്ടിപൂജയെ ബോധപൂർവം പഠിപ്പിച്ചെടുത്ത് അതിലൂടെ തങ്ങളുടെ നിലനിൽപ്പിനെ അർത്ഥവത്താക്കുന്ന, സാധ്യമാക്കുന്ന ഒരു രീതിയാണ് പുരോഹിതന്മാർ എക്കാലഘട്ടത്തിലും സ്വീകരിച്ചത്. ഇവിടെ ഞാൻ പറയുന്നത് ഒരു പ്രത്യേക മതം എന്ന നിലക്ക് നമ്മൾ ഇതിനെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗം എന്ന നിലക്ക് പുരോഹിതന്മാരുടെ മതത്തോടുള്ള ഈ കയ്യേറ്റത്തെ വേർതിരിച്ച് നാം മനസ്സിലാക്കരുത്. എല്ലാ മതങ്ങളുമായി ബന്ധപ്പെട്ടും പുരോഹിതന്മാർ കടന്നു വരികയും ആ പൗരോഹിത്യ കാപഢ്യത്തിന്റെ കാപഢ്യവുമായി കടന്നു വന്ന ആളുകൾ യഥാർത്ഥ മതത്തിന്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഒരേ മതത്തിൽ ഏകദൈവ വിശ്വാസം പഠിപ്പിക്കുകയും അതേ മതം തന്നെ ബഹുദൈവ ആരാധനയിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ലോകത്തുണ്ടായി. മതം ഏകദൈവ വിശ്വാസം പഠിപ്പിക്കും, ജനം ബഹുദൈവാധിഷ്ഠിതമായി ജീവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. ഓം നമസ്തേ സദേ സർവലോകാശ്രയായ, നമസ്തേ ചിദേ വിശ്വരൂപാത്മകായ, നമോദ്വൈത തത്വായ മുക്തിപ്രദായ, നമോ ബ്രഹ്മണേ വ്യാപിനേ നിർഗുണായ, ത്വമേകം ശരണ്യം ത്വമേകം വരേണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം, ത്വമേകം ജഗത് കർത്തൃ പാതൃ പ്രഹർത്തൃ, ത്വമേകം പരം നിശ്ചല നിർവികൽപ്പം. ത്വമേകം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം അവൻ ഏകനാണെന്നാണ്. ദൈവത്തെ കൃത്യമായി ഏകനായ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവിക മത കാലാകാലങ്ങളിൽ ലോകത്തെ പഠിപ്പിച്ചതുപോലെ ഏകദൈവത്തെ പറ്റി പറഞ്ഞുകൊണ്ട് മനുഷ്യരുടെ മുഴുവൻ ദൈവത്തെ പറ്റി പരാമർശിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ദൈവത്തെ സൂചിപ്പിച്ചുകൊണ്ട് രാജ്യങ്ങളുടെയും ഭൂഖണ്ഡങ്ങളുടെയും അതിരുകൾക്കെല്ലാം അതീതമായി ലോകത്തെവിടെയും ജനിച്ചു വീഴുന്ന ഏതൊരു മനുഷ്യന്റെയും സൃഷ്ടാവായ ദൈവത്തെ സൂചിപ്പിച്ചുകൊണ്ട് ത്വമേകം, ദൈവം എന്ന് പറഞ്ഞാൽ അവൻ ഏകനാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് ലോകത്ത് ദൈവിക മതം കടന്നു വന്നത്. എന്നാൽ അത് പഠിപ്പിക്കുന്ന മതങ്ങളിൽ തന്നെ ബഹുദൈവത്വങ്ങൾ ഉണ്ടായി. കാണുന്ന എന്തിനേയും ദൈവമാണെന്ന് കരുതുന്ന, ദൈവമെന്ന നിലക്ക് ആരാധിക്കുന്ന, ഞാൻ എന്തിനെ ആരാധിച്ചാലും അത് ദൈവത്തിനുള്ള ആരാധനയാണ് എന്ന് വിശ്വസിക്കുന്ന രീതികൾ മനുഷ്യരുടെ ഭാഗത്തുനിന്നുണ്ടായി. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, വളരെ കൃത്യമായി മനുഷ്യരോട് ഏകനായ ദൈവത്തെക്കുറിച്ചാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. പരിശുദ്ധ ഖുർആനിൽ 112 അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനം ആരാണ് ദൈവം എന്ന ചോദ്യത്തിനുള്ള ഉത്തരാണ്. നമ്മൾ ഇന്ന് കാണുന്ന എന്താ? ദൈവം എന്ന് പറയുമ്പോൾ പ്രാദേശിക ദൈവങ്ങൾ കുറേയുണ്ട്. മലയാളിയുടെ ദൈവം, തമിഴന്റെ ദൈവം, കന്നഡക്കാരന്റെ ദൈവം എല്ലാം ഉണ്ട്. ജാതി അനുസരിച്ച് വേറെ ദൈവങ്ങൾ, അവർണന്റെ ദൈവവും സവർണന്റെ ദൈവവും, അല്ലെ? അഫ്ഗാനിയുടെ ദൈവവും അമേരിക്കക്കാരന്റെ ദൈവവും, നാട് മാറുന്നതിനനുസരിച്ചും സ്റ്റേറ്റ് മാറുന്നതിനനുസരിച്ചും ഭാഷ മാറുന്നതിനനുസരിച്ചും ജാതി മാറുന്നതിനനുസരിച്ചും വർഗം മാറുന്നതനുസരിച്ചും മതത്തിന്റെ വ്യത്യാസങ്ങൾക്കനുസരിച്ചും ഒക്കെ വേറെ ദൈവങ്ങളെ സങ്കല്പിച്ച് മതത്തിന്റെ പേരിൽ, ആത്മീയതയുടെ പേരിൽ തട്ടായി, മതിൽക്കെട്ടുകളായി മാറി വേറെ ചിന്തിക്കുന്ന ലോകത്തോട് എക്കാലഘട്ടത്തിലും ദൈവിക മതം അടിസ്ഥാനപരമായി മൗലികമായി പറഞ്ഞൊരു കാര്യം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ദൈവം മനുഷ്യരെ മൂന്നല്ല, ദൈവം 33 കോടിയല്ല. ഖുൽ, മുഹമ്മദ് നബിയെ മനുഷ്യ ലോകത്തോട് പറഞ്ഞു കൊടുക്ക്, ഹുവല്ലാഹു അഹദ്, ദൈവം തമ്പുരാൻ അവൻ ഏകനം, ഒരൊറ്റ ദൈവം, ഏകനായ ഒരു ദൈവം. അല്ലാഹു സമദ്, ദൈവം ഒരിക്കലും ലോകത്തൊരാളെയും ആശ്രയിക്കാത്ത, എല്ലാവരും ദൈവത്തെ ആശ്രയിക്കുന്നവരാണ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ദൈവത്തിന് മക്കളില്ല, ദൈവം ആരുടെയും പിതാവല്ല, ദൈവം ആരുടെയും പുത്രനല്ല, ദൈവം ഒരാളിൽ നിന്ന് ജനിച്ചുണ്ടായതല്ല. ഇന്ന് ലോകത്ത് ദൈവമായി പുരോഹിത മതങ്ങൾ പരിചയപ്പെടുത്തുന്ന ആരെ നോക്കിയാലും, അത് ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളാകട്ടെ, മരിച്ചുപോയ ദൈവങ്ങളാകട്ടെ, നാളെ ജനിക്കാനിരിക്കുന്നവരാകട്ടെ, ഏത് ദൈവങ്ങളെ നോക്കിയാലും ലം യലിദ് വലം യൂലദ് എന്ന ഗുണം ദൈവത്തെ പറ്റി പറയാൻ പുരോഹിത മതങ്ങൾ പറയുന്ന ദൈവത്തെ ഒന്നും ആ ഗുണം കൊണ്ട് പരിചയപ്പെടുത്താനാവില്ല. പുരോഹിത മതങ്ങൾ പരിചയപ്പെടുത്തുന്ന ദൈവങ്ങളെല്ലാം ഈ വിശേഷണങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്തവയാണ്. ദൈവിക മതം പരിചയപ്പെടുത്തുന്ന സാക്ഷാൽ ദൈവം ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നതസ്യ കസ്യത് പതിരസ്തി ലോകേ നമേഷിദാനൈവ ചതസ്യ ലിംഗം ന കാരണം കരണാദിവാദിവോ നതസ്യ കസ്യത് ജനിദാന ചാദിവ
ശ്വേതശതരോപനിഷത്ത് 6-ാം അധ്യായത്തിലെ 9-ാമത്തെ ശ്ലോകം, നതസ്യ കശ്ചിത് പതിർസ്ഥി ലോകേ നമേഷിദാനൈവ ചതസ്യ ലിംഗം ന കാരണം കരണാദിവാദിവോ നതസ്യ കശ്ചിത് ജനിതാൻ ന ജാതിവ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സഹോദരങ്ങളെ, നതസ്യ കശ്ചിത് പതിർസ്ഥി ലോകേ നമേഷിദാനൈവ ചതസ്യ ലിംഗം ന കാരണം കരണാദിവാദിവോ നതസ്യ കശ്ചിത് ജനിതാൻ ന ജാതിവ. അധിപനായി ആരുമില്ലാത്ത, യജമാനനായി ആരുമില്ലാത്ത, തുല്യനായി ആരുമില്ലാത്ത, കാരണക്കാരനായി ആരുമില്ലാത്ത പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിനെയാണ് ശ്വേതശതരോപനിഷത്ത് ദൈവമെന്ന് പരിചയപ്പെടുത്തുന്നത് മനുഷ്യലോകത്തോട്. ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ദൈവത്തെ പോലെ എന്ന് പറയാൻ, ദൈവത്തിന് തുല്യമെന്ന് പറയാൻ, ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയാൻ, ദൈവത്തിന്റെ പിതാവെന്ന് പറയാൻ, ദൈവത്തിന്റെ കുടുംബമെന്ന് പറയാൻ, ദൈവത്തിന് സമമെന്ന് പറയാൻ ലോകത്ത് ഒരു ശക്തിയും ഒരു വ്യക്തിയും ഇല്ലാത്ത വിധം ഏകനാണ് സർവശക്തനായ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ്, സാക്ഷാൽ ദൈവം തമ്പുരാൻ. ഇത് പഠിപ്പിക്കാനാണ് ദൈവിക മതം കാലാകാലങ്ങളിൽ ശ്രമിച്ചത്. പക്ഷേ ഈ ആദർശം പഠിപ്പിക്കപ്പെടുന്നതിലൂടെ എന്റെ സ്വകാര്യതകളെയും എന്റെ രഹസ്യങ്ങളെയും ഖുർആൻ പറഞ്ഞതനുസരിച്ച് യഅലമു ഖായിനത്തൽ അയ്യുൻ വമാ തുഖ്ഫി സുദൂർ, മനുഷ്യരുടെ മനസ്സുകൾക്കകത്ത് മറഞ്ഞുകിടക്കുന്ന കാര്യങ്ങളെപ്പോലും അറിയുന്ന പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ സാക്ഷാൽ ദൈവം തമ്പുരാനായ ഏകനായ ദൈവത്തെ ആരാധിക്കാൻ മനുഷ്യർ ആരംഭിക്കുന്നതിലൂടെ ദൈവത്തിന്റെയും മനുഷ്യന്റെയും ഇടയിലുള്ള ദല്ലാളായി പ്രത്യക്ഷപ്പെട്ട് മതത്തിന്റെ പേരിൽ പണം സ്വീകരിക്കുന്ന, മതത്തിന്റെ പേരിൽ സാമ്പത്തിക ലാഭമുണ്ടാക്കുന്ന പുരോഹിതന്മാർക്ക് അത് പ്രതിബന്ധമാകും എന്ന നിലക്കാണ് ദൈവിക മതത്തെ മാറ്റിവെക്കുകയും ദൈവിക മതത്തെ മറച്ചുപിടിക്കുകയും പുരോഹിത മതത്തെ മതം എന്ന നിലക്ക് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തത്. അതുകൊണ്ട് പുരോഹിത മതത്തിന്റെ ദൈവവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നിടത്ത് ദൈവിക മതം കൃത്യമായി മനുഷ്യനോട് പറയുന്ന ഒരു കാര്യം, ദൈവത്തെ തിരിച്ചറിയാൻ പുരോഹിത മതം മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കുറെ ദൈവങ്ങൾ, ദൈവിക മതം മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സാക്ഷാൽ ദൈവം. ഇത് രണ്ടും വേർതിരിച്ചറിയാൻ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. 22-ാം അധ്യായം സൂറത്തെ ഹജ്ജിൽ 73-ാമത്തെ വചനം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഹിന്ദുക്കളെ, മുസ്ലിങ്ങളെ, ക്രിസ്ത്യാനികളെ, സിഖ് മതക്കാരെ, ജൈനമതക്കാരെ, ബുദ്ധമതക്കാരെ, പാഴ്സികളെ, നിരീശ്വരവാദികളെ, നിർമ്മതവാദികളെ, ഭൗതികവാദികളെ, യുക്തിവാദികളെ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെ, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ദുരിബ മസലുൻ, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ ദൈവിക മതം മനുഷ്യരോട് പറയുന്ന സാക്ഷാൽ ദൈവത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതിനു വേണ്ടി പരിശുദ്ധ ഖുർആൻ ഇതാ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരുന്നു, ഒരു ഉപമ പഠിപ്പിച്ചു തരുന്നു. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യം, ദൈവത്തെക്കുറിച്ച് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ആരാണ് സാക്ഷാൽ ദൈവം, പുരോഹിത മതങ്ങൾ പഠിപ്പിക്കുന്ന ദൈവത്തിൽ നിന്ന് സാക്ഷാൽ ദൈവത്തിനുള്ള വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പര്യാപ്തമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരുന്നു ഖുർആൻ. ഫസ്തമിഉ ലഹു, നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ഫസ്തമിഉ ലഹു, നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. യാ അയ്യുഹന്നാസ് ളുരിബ മസലുൻ, മനുഷ്യരെ നിങ്ങൾക്കിതാ ദൈവം തമ്പുരാൻ, സാക്ഷാൽ ദൈവം തമ്പുരാൻ ഒരു ഉദാഹരണം പറഞ്ഞു തരുന്നു. ഫസ്തമിഉ ലഹു, നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി, ദൈവിക മതം പറയുന്ന സാക്ഷാൽ ദൈവം തമ്പുരാനെ കൂടാതെ പുരോഹിത മതങ്ങൾ മനുഷ്യരെ പഠിപ്പിക്കുന്ന, മനുഷ്യർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ, ആ രണ്ടിനെയും വേറെ പറയാണ് ഖുർആൻ. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി, ദൈവിക മതം പറയുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സാക്ഷാൽ ദൈവം തമ്പുരാനെ കൂടാതെ പുരോഹിത മതങ്ങൾ മനുഷ്യരെ പഠിപ്പിച്ച ദൈവങ്ങൾ ഉണ്ടല്ലോ, അനേക ദൈവങ്ങൾ, അങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ദൈവങ്ങൾ, അവരെല്ലാം ചേർത്ത് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലൻ യഖ്ലുഖു ദുബാബ, നിങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ദൈവങ്ങളെല്ലാം പരിശോധിച്ച് നോക്ക്, അവരാരും ഒരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല. അവരാരും ഒരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല. വലവിജ്തമഉ ലഹു, എല്ലാ പുരോഹിത മതങ്ങളും മനുഷ്യരെ പഠിപ്പിക്കുന്ന എല്ലാ ദൈവങ്ങളും പരസ്പരം ചേർന്ന് മതസൗഹാർദ്ദത്തോടുകൂടെ പരിശ്രമിച്ചാലും ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ ഈ പറയുന്ന ദൈവങ്ങൾക്കൊന്നും കഴിയില്ല. ഇതൊരിക്കലും ഒരു ജാതി ദൈവത്തെ കുറിച്ചല്ല ഖുർആൻ പറയുന്നത്.
ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ ദൈവത്തെ കുറിച്ചല്ല ഖുർആൻ പറയുന്നത്. ദൈവിക മതം എന്ന നിലക്ക് പരിചയപ്പെടുത്തപ്പെടുന്ന പരിശുദ്ധ ഖുർആൻ വിളിക്കുന്ന സാക്ഷാൽ ഏക ദൈവത്തെ കൂടാതെ മനുഷ്യരുടെ മുഴുവൻ ദൈവമായ പ്രപഞ്ചരക്ഷിതാവായ സാക്ഷാൽ ദൈവത്തെ കൂടാതെ പുരോഹിത മതങ്ങൾ കാലാകാലങ്ങളിൽ മനുഷ്യരെ പഠിപ്പിക്കുന്ന ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങൾ ഒരുപക്ഷെ നമ്മളോടൊപ്പം ജീവിച്ചിരിക്കും. നമ്മൾ മരിക്കുന്നതിന് മുമ്പേ അവർ മരിച്ചു വരും. അപ്പൊ വേറൊരു ദൈവം ഉണ്ടാകും. പുരോഹിത മതങ്ങൾ പറയുന്ന പഠിപ്പിക്കുന്ന ദൈവങ്ങൾ പലരും അല്ലേ? അങ്ങനെ സങ്കടപ്പെടേണ്ടുന്ന സാഹചര്യം നമുക്കല്ലേ? എന്റെ ദൈവം മരിച്ചുപോയി എന്ന് പറയേണ്ടുന്ന ഗതികേട് മനുഷ്യർക്കില്ലേ? പുരോഹിത മതം പറയുന്ന ദൈവങ്ങൾ പല കാലങ്ങളിലും ജനിക്കുകയും പല കാലങ്ങളിലും മരിക്കുകയും ചെയ്യും. അങ്ങനെ പുരോഹിത മതങ്ങൾ പഠിപ്പിക്കുന്ന ദൈവങ്ങളെല്ലാം, എല്ലാ പുരോഹിത മതങ്ങളും, എല്ലാ മതത്തിന്റെ പേരിലും പ്രത്യക്ഷപ്പെട്ട മുഴുവൻ പുരോഹിതന്മാരും, എല്ലാ ദൈവങ്ങളും ചേർന്ന് പരിശ്രമിച്ചാലും ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ അവർക്ക് കഴിയില്ല. പുരോഹിത മതങ്ങൾ, എല്ലാ പുരോഹിത മതങ്ങളും പഠിപ്പിക്കുന്ന എല്ലാ ദൈവങ്ങളും ചേർന്ന് പരിശ്രമിച്ചാലും ഒരു ഈച്ചയെ സൃഷ്ടിക്കുക എന്നത് അസാധ്യമാണ്. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ ഒന്നുകൂടെ പറഞ്ഞു, അവരുടെ കയ്യിൽ നിന്ന് ഈച്ച വല്ലതും എടുത്ത് പറന്നു പോയാൽ, പുരോഹിത മതങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മനുഷ്യരെ പരിചയപ്പെടുത്തുന്ന ദൈവങ്ങളുണ്ടല്ലോ, ആ ദൈവങ്ങൾ ഈച്ചയെ സൃഷ്ടിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു പഞ്ചസാര തരിയെടുത്ത് ഈച്ചയെങ്ങാനും പറന്നുപോയാൽ അത് തിരിച്ചു വാങ്ങാനുള്ള കഴിവ് പോലും പുരോഹിത മതങ്ങൾ പഠിപ്പിക്കുന്ന ദൈവങ്ങൾക്കില്ല. ആ ദൈവങ്ങളോട് ചോദിക്കുന്നവരും അപേക്ഷിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കപ്പെടുന്നവരും ഒരുപോലെ ദുർബലതയുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സാക്ഷാൽ ദൈവം തമ്പുരാനെ കുറിച്ച് ദൈവിക മതം മനുഷ്യനെ പഠിപ്പിക്കുന്നത്. ആ ദൈവിക മതം അടിസ്ഥാനപരമായി മനുഷ്യനോട് പറയുന്നത് ഈ ദൈവം തമ്പുരാനെ കുറിച്ചാണ്. മനുഷ്യരുടെ സൃഷ്ടാവായ, ഈ ലോകത്തിന്റെ സംവിധായകനായ, ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ, കണ്ണും കാതും കൈകാലുകളും മനസ്സും മസ്തിഷ്കവും നമുക്ക് സമ്മാനിച്ച പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ്, ആ ദൈവം ഏതെങ്കിലും ഒരു ജാതിയെ പടച്ചവനല്ല, ഏതെങ്കിലും ഒരു വർഗത്തെ പടച്ചവനല്ല. കറുത്തവരോട് ദൈവത്തിന് വിരോധമില്ല. വെളുത്തവരുടെ മാത്രം ദൈവമല്ല ദൈവിക മതം പഠിപ്പിക്കുന്ന ദൈവം. ദൈവിക മതം പഠിപ്പിക്കുന്ന ദൈവം, ദൈവിക മതം മനുഷ്യനെ പഠിപ്പിക്കുന്ന ദൈവം മനുഷ്യന്റെ ദൈവമാണ്. നമ്മൾ ഇന്ന് കാണുന്നതോ ഒക്കെ ജാതിയുടെ, മതത്തിന്റെ, വർഗത്തിന്റെ, വിഭാഗത്തിന്റെ ഒക്കെ ദൈവങ്ങളാണ്. ഓരോരോ കക്ഷിയുടെ ദൈവങ്ങളാണ്, ഓരോരോ നാടിന്റെ ദൈവങ്ങളാണ്. പഞ്ചായത്ത് മാറുന്നതിനനുസരിച്ചും വാർഡ് മാറുന്നതിനനുസരിച്ചും വീട് മാറുന്നതിനനുസരിച്ചും വീട്ടിനകത്തെ ആരാധനാ മുറികൾ മാറുന്നതിനനുസരിച്ചും ഒക്കെ വേറെ വേറെ ദൈവങ്ങൾ സങ്കല്പിക്കപ്പെടുന്ന ഒരു ലോകം. മനുഷ്യന്റെ ദൈവം, ഇന്നലകളിൽ മരിച്ചുപോയ മുഴുവൻ ആളുകളുടെയും ദൈവം. ഇന്നലകളിൽ മരിച്ചുപോയ മനുഷ്യരുടെ കൂട്ടത്തിൽ മഹാപുരുഷന്മാരുണ്ട്, പുണ്യപുരുഷന്മാരുണ്ട്. ജീവിത കാലഘട്ടത്തിൽ നന്മകളിലൂടെ, പുണ്യങ്ങളിലൂടെ, സുഹൃതങ്ങളിലൂടെ തങ്ങൾ ജീവിച്ച ലോകത്തെയും കാലത്തെയും മനുഷ്യരെ മുഴുവൻ സേവിച്ചവരും സഹായിച്ചവരുമായ മഹാപുരുഷന്മാരുണ്ട്. ഇന്നലകളിൽ മരിച്ചുപോയവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരുമായ മുഴുവൻ മനുഷ്യരുടെയും രക്ഷിതാവ് മുഹമ്മദ് നബിയെ പോലെ, യേശുക്രിസ്തുവിനെ പോലെ, ശ്രീരാമനെ പോലെയുള്ള ആളുകൾ ഇന്നലകളിൽ കടന്നുപോയവർ. നിങ്ങളാകട്ടെ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ, ഇന്നലകളിൽ കഴിഞ്ഞുപോയവരാണെങ്കിലും ഇന്ന് ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും അല്ല, നാളിന് ജനിക്കാനുള്ള കോടാനുകോടി ലക്ഷോപലക്ഷം മനുഷ്യർ ആണും പെണ്ണുമായി അവരുടെ എല്ലാം സൃഷ്ടാവ്, പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ്, സർവശക്തൻ, ഏകൻ ദൈവം തമ്പുരാൻ. ആ ദൈവത്തെയാണ് ദൈവിക മതം മനുഷ്യനെ പഠിപ്പിക്കുന്നത്. ആ ദൈവത്തിലേക്കാണ് ദൈവിക മതം മനുഷ്യൻ ക്ഷണിക്കുന്നത്. ആ ദൈവത്തെ ആരാധിക്കുകയാണ്, ആ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് മനുഷ്യ ജീവിതത്തിന്റെ മർമ്മമെന്നും മനുഷ്യ ജീവിതത്തിന്റെ ധർമ്മമെന്നും ദൈവിക മതം മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവിക മതം എന്ന് പറയുമ്പോൾ പുരോഹിതന്മാരുടെ കൈകടത്തലുകൾക്ക് വിധേയമാകാതെ ദൈവികം എന്ന നിലക്ക് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട പുരോഹിതന്മാരുടെ കൈകടത്തലുകൾക്ക് വിധേയമാകാതെ ദൈവിക മതത്തെ കൃത്യമായി ഇന്ന് പഠിപ്പിക്കുന്ന, പരിചയപ്പെടുത്തുന്ന ഒരു സോഴ്സ്, ഏക സോഴ്സ് പരിശുദ്ധ ഖുർആനാണ്. അത് അവകാശവാദമായി മാത്രം ഈ സദസ്സ് സ്വീകരിച്ചാൽ മതി. ദൈവിക മതം എന്ന നിലക്ക് പ്രപഞ്ചരക്ഷിതാവായ ദൈവം തമ്പുരാന്റെ അടുക്കൽ നിന്ന് മനുഷ്യർക്ക് അവതരിപ്പിക്കപ്പെട്ട
ദൈവിക മതത്തെയും സാക്ഷാൽ ദൈവത്തെയും പരിചയപ്പെടുത്തുന്ന ഏക സ്രോതസ് ഇന്ന് ലോകത്ത് പുരോഹിതന്മാർക്ക് കൈകടത്താൻ കഴിയാതെ മാറ്റാനും തിരുത്താനുമാകാതെ ലോകത്ത് നിലനിൽക്കുന്ന ഏക സ്രോതസ് പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിൽ 15-ാം അധ്യായം സൂറത്ത് ഹിജ്റിൽ 9-ാമത്തെ വചനം, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് മനുഷ്യർക്ക് അവതരിപ്പിക്കപ്പെട്ടത്. ദൈവികമാണ് ഈ ഗ്രന്ഥം, ഇത് മനുഷ്യർക്ക് അവതരിപ്പിക്കപ്പെട്ടതാണ്. മനുഷ്യർക്ക് ദൈവിക മതം പഠിപ്പിക്കുന്ന ഏക സ്രോതസ് പരിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് ആരെങ്കിലും മനുഷ്യർക്ക് മതം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഖുർആനിന്റെ ചോദ്യങ്ങൾക്കാണ് ഉത്തരം നൽകേണ്ടത്. പുരോഹിത മതങ്ങളുടെ രോഗങ്ങളെയും പുരോഹിത മതങ്ങളുടെ വ്രണങ്ങളെയും പുരോഹിത മതങ്ങളുടെ പരിമിതികളെയും പുരോഹിത മതങ്ങളുടെ അന്ധവിശ്വാസങ്ങളെയും പുരോഹിത മതങ്ങളുടെ മനുഷ്യത്വ വിരുദ്ധമായ നിയമങ്ങളെയും ഒക്കെ ചൂണ്ടിക്കാണിച്ച് മതത്തെ പൊതുവായി വിമർശിക്കുന്ന, എതിർക്കുന്ന ഒരു പ്രവണത നമ്മുടെ ലോകത്തുണ്ട്. പുരോഹിത മതങ്ങളെ നാം മാറ്റിവെക്കുകയാണ്. മതമെന്ന നിലക്ക് വിമർശിക്കപ്പെടേണ്ടത്, മതമെന്ന നിലക്ക് ചോദ്യം ചെയ്യപ്പെടേണ്ടത്, മതമെന്ന നിലക്ക് അന്വേഷണത്തിന് വിധേയമാകേണ്ടത് സാക്ഷാൽ ദൈവിക മതമാണ്. സാക്ഷാൽ ദൈവിക മതമായി ലോകത്ത് സാക്ഷാൽ ദൈവിക മതത്തെ പുരോഹിതന്മാരുടെ കൈകടത്തലുകൾക്ക് വിധേയമാകാതെ പ്രതിനിധാനം ചെയ്യുന്നത് ഇന്ന് ലോകത്ത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. അതുകൊണ്ട് പുരോഹിത മതങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടി കടന്നു വരുന്ന നിരീശ്വരവാദത്തിന്റെയും നിർമ്മതവാദത്തിന്റെയും യുക്തിവാദത്തിന്റെയും ഒക്കെ വക്താക്കൾ അവർ കടന്നു വരേണ്ടത് പരിശുദ്ധ ഖുർആനിന്റെ മുമ്പിലേക്കാണ്. പുരോഹിത മതത്തെ ചോദ്യം ചെയ്യുന്ന അതേ ആർജവത്തോടെ ദൈവിക മതത്തെ ചോദ്യം ചെയ്യാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടാകണം. പുരോഹിത മതത്തെ വിമർശിക്കുന്ന അതേ ശക്തിയോടെ ദൈവിക മതത്തെ വിമർശിക്കാനുള്ള സന്നദ്ധത നിങ്ങൾക്കുണ്ടാകണം. പുരോഹിത മതത്തെ ചോദ്യം ചെയ്യുന്ന അതേ ആവേശത്തോടെ ദൈവിക മതത്തെ ചോദ്യം ചെയ്യാനുള്ള സത്യസന്ധത നിങ്ങൾക്കുണ്ടാകണം. ദൈവിക മതം എന്ന് പറയുന്നത് ഒരാളുടെയും ചോദ്യത്തിന്റെ മുമ്പിൽ ചൂളാത്ത, ഒരാളുടെയും വിമർശനത്തിന്റെ മുമ്പിൽ തലകുനിക്കാത്ത, ഒരായിരം ആളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അവർക്കാകുന്നത്ര ഊക്കോടെ അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചാലും തകർന്നു പോകാത്തതാണ് ദൈവിക മതം. കാരണം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം തമ്പുരാനാണ് ദൈവിക മതം ലോകത്തെ പഠിപ്പിച്ചത്. പുരോഹിത മതങ്ങൾക്ക് പരിമിതി ഉണ്ടാവും. മനുഷ്യന്റെ ചിന്തക്ക് പരിമിതി ഉള്ളതുകൊണ്ട്, മനുഷ്യന്റെ ബുദ്ധിക്ക് പരിമിതി ഉള്ളതുകൊണ്ട്, മനുഷ്യന്റെ അറിവിന് പരിമിതി ഉള്ളതുകൊണ്ട് മനുഷ്യർ ഉണ്ടാക്കുന്ന എന്ത് നിയമങ്ങളും, അത് മത നിയമങ്ങളാകട്ടെ മറ്റു നിയമങ്ങളാകട്ടെ, മനുഷ്യരുടെ ബുദ്ധിക്കും ചിന്തക്കും അറിവിനും പരിമിതിയുണ്ട് എന്നതുകൊണ്ട് മനുഷ്യബുദ്ധിയിൽ നിന്ന് മതമുണ്ടായാലും മനുഷ്യബുദ്ധിയിൽ നിന്ന് മതമല്ലാത്ത ദർശനങ്ങൾ ഉണ്ടായാലും അതെല്ലാം ലോകത്ത് പരാജയപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ദൈവിക മതത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നതുകൊണ്ട് ലോകത്ത് അത് പരാജയപ്പെടാതെ തലയുയർത്തി നിൽക്കുന്നത് അതുകൊണ്ടാണ്. അവിടെയാണ് പരിശോധിക്കണമെന്ന്, മതം എന്താണ് എന്ന് മനുഷ്യനോട് സത്യത്തിൽ യഥാർത്ഥത്തിൽ കൃത്യമായി ദൈവിക മതത്തെ സത്യസന്ധമായി വ്യക്തമായി സ്പഷ്ടമായി ലോകത്തെ പഠിപ്പിക്കുന്നത് വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ നമുക്ക് കാണാം, പരിശുദ്ധ ഖുർആൻ ഞാൻ പറഞ്ഞല്ലോ ദൈവിക മതം എന്ന് പറയുമ്പോൾ മനുഷ്യരെ മുഴുവൻ അഭിസംബോധന ചെയ്യും. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ 21-ാമത്തെ വചനം മുതൽ പരിശുദ്ധ ഖുർആനിൽ 49-ാം അധ്യായത്തിലെ 13-ാമത്തെ വചനം വരെ 20 തവണ പരിശുദ്ധ ഖുർആൻ മനുഷ്യരെ എന്ന് വിളിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. യാ യുഹന്നാസ്, ഒരു ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും രാഷ്ട്രത്തിന്റെയും അതിർവരമ്പുകളോ പരിധികളോ ഒന്നുമില്ലാതെ അമ്മ പ്രസവിച്ചവരും ഉമ്മ പ്രസവിച്ചവരുമായ, കറുത്തവരും വെളുത്തവരുമായ, പണക്കാരും പണിക്കാരുമായ, പണ്ഡിതന്മാരും പാമരന്മാരുമായ ലോകത്തുള്ള മുഴുവൻ മനുഷ്യ മക്കളെയും യാ യുഹന്നാസ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അതിന്റെ നിയമങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കും. മനുഷ്യലോകമേ, എന്തെല്ലാം വിഭാഗീയതകൾ നമുക്കിടയിലുണ്ടോ അതിനെല്ലാം അപ്പുറം, ഏതെല്ലാം മതിൽക്കെട്ടുകൾ നമുക്കിടയിലുണ്ടോ അതിനെല്ലാം അതീതം മനുഷ്യലോകമേ യാ യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിന്റെ നിയമങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അഥവാ ഖുർആൻ പറയുന്ന നിയമങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക സമൂഹത്തിനോ ഒരു പ്രത്യേക സമുദായത്തിനോ വേണ്ടിയുള്ളതല്ല, അത് ലോകത്തിന് മുഴുവനും ആവശ്യമുള്ളതാണ്. ദൈവിക മതം മനുഷ്യർക്ക് പുരോഹിത മതങ്ങളുമായി ബന്ധപ്പെട്ട് കാലാകാലം ആത്മീയതയുടെ മതങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം, അവിടെ എല്ലാം സംഘർഷങ്ങളുണ്ടായി, ഏറ്റുമുട്ടലുകളുണ്ടായി, ആയുധങ്ങളുണ്ടായി, യുദ്ധങ്ങളുണ്ടായി, കലാപങ്ങളുണ്ടായി, പോരാട്ടങ്ങളുണ്ടായി, രക്തം ചൊരിച്ചിലുകളുണ്ടായി, എല്ലാം പുരോഹിത മതങ്ങളുടെ ഭാഗമായി ലോകത്തുണ്ടായി. ദൈവിക മതം മനുഷ്യരോട് വാഗ്ദാനം ചെയ്യുന്ന
അത് ജീവിക്കുന്ന കാലഘട്ടത്തിലാകട്ടെ, മരിക്കുമ്പോഴാകട്ടെ, മരണശേഷമാകട്ടെ, മനുഷ്യനോട് മതം പറയുന്ന അടിസ്ഥാനപരമായ ഒരു കാര്യം സമാധാനത്തോടുകൂടെ ജീവിക്കാനാകണം. മതം ഉൾക്കൊള്ളുന്നതിലൂടെ, മതം സ്വീകരിക്കുന്നതിലൂടെ, മതനിയമങ്ങൾ പാലിക്കുന്നതിലൂടെ, മതത്തെ പ്രായോഗികമാക്കുന്നതിലൂടെ, മതത്തെ പ്രാവർത്തികമാക്കുന്നതിലൂടെ സമാധാനത്തോടുകൂടെ ജീവിക്കാനാകണം എന്നാണ് ദൈവിക മതം മനുഷ്യനോട് പറയുന്നത്. അതുകൊണ്ട് ദൈവിക മതത്തിന് പരിശുദ്ധ ഖുർആൻ നൽകുന്ന പേര് തന്നെ സമാധാനമെന്നാണ്. ദൈവിക മതത്തിന് പരിശുദ്ധ ഖുർആൻ നൽകുന്ന പേര് തന്നെ സമാധാനമെന്ന. പുരോഹിത മതങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ചിലപ്പോൾ ചില വ്യക്തികളുടെ പേരുമായി, ചില വർഗങ്ങളുടെ പേരുമായി, ചില പ്രദേശങ്ങളുടെ പേരുമായി ബന്ധപ്പെട്ടാണ് പുരോഹിത മതങ്ങളൊക്കെ ലോകത്ത് നിലനിൽക്കുന്നത്. ദൈവിക മതം മനുഷ്യർക്ക് മുഴുവനുമുള്ള, മനുഷ്യരുടെ സമാധാനത്തിനുള്ള സന്ദേശം എന്ന നിലക്ക് മനുഷ്യരായ മുഴുവൻ മനുഷ്യരിലേക്കും അവതരിപ്പിക്കപ്പെട്ട ദൈവിക സന്ദേശങ്ങളുടെ സമാഹാരമാണ് ദൈവിക മതം. ആ ദൈവിക മതത്തെ പരിശുദ്ധ ഖുർആൻ ആ മതത്തിനിട്ട പേര് തന്നെ സമാധാനമെന്നാണ്. അറബിയിൽ നമ്മൾ അതിനെ മൊഴിമാറ്റം ചെയ്യുമ്പോൾ, അറബിയിലേക്ക് പറയുമ്പോൾ സമാധാനം എന്ന് മലയാളത്തിൽ നാം പറയുന്നത് അറബിയിലേക്ക് പറയുമ്പോൾ ഇസ്ലാം എന്നാണ്. ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം സമാധാനം എന്നാണ്. ആർക്ക് സമാധാനമാണ്? ദൈവിക മതത്തെ ഉൾക്കൊള്ളുന്ന ആർക്കും സമാധാനമാണ്. അതൊരു വ്യക്തിയാകട്ടെ, ദമ്പതികളാകട്ടെ, കുടുംബമാകട്ടെ, സമൂഹമാകട്ടെ, രാഷ്ട്രമാകട്ടെ, ലോകമാകട്ടെ. ഇസ്ലാം ഒരു ദൈവിക മതം എന്ന നിലക്ക് അതിനെ ആര് സ്വീകരിച്ചാലും, അതാര് കണ്ടെത്തിയാലും, അതിനെ ആര് പഠിച്ചാലും, അതിനെ ആര് ഉൾക്കൊണ്ടാലും മനുഷ്യർക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ദൈവിക മതം എന്ന നിലക്ക് സമാധാനമുണ്ടാകണം. ഇസ്ലാം ഉൾക്കൊള്ളുന്ന, ലോകത്തെ പഠിപ്പിക്കുന്ന മുഴുവൻ നിയമങ്ങളും സമാധാനത്തിൽ അധിഷ്ഠിതമാണ്. ഇസ്ലാമികമായ ഓരോ നിയമങ്ങളും നമുക്ക് പരിശോധിക്കാം. മനുഷ്യന്റെ സമാധാനത്തെ തകർക്കുന്ന, മാനവലോകത്തിന്റെ സമാധാനത്തെ തകർക്കുന്ന, ഏതെങ്കിലും ഒരു ജാതിയുടെയോ വർഗത്തിന്റെയോ അല്ല, മാനവലോകത്തിന്റെ സമാധാനത്തെ തകർക്കുന്ന എന്തിനോടും കാലാകാലങ്ങളിൽ ദൈവിക മതം കലഹിച്ചിട്ടുണ്ട്. ശരിക്കും നാം മനസ്സിലാക്കണം, മനുഷ്യ സമൂഹത്തിന്റെ സമാധാനത്തെ തകർക്കുന്ന എന്തിനോടും കാലാകാലങ്ങളിൽ ദൈവിക മതം പോരാടിയിട്ടുണ്ട്. അത് ബഹുദൈവത്വ വിശ്വാസങ്ങൾ മുതൽ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യർ കാണിക്കുന്ന അധാർമിക പ്രവർത്തനങ്ങളും പ്രവണതകളും വരെ, അവിടെയെല്ലാം ദൈവിക മതം കാണുന്ന അടിസ്ഥാനപരമായ ഒരു കാര്യം, അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ സ്വസ്ഥതയും സമാധാനവും തകർന്നു പോകും. അതുകൊണ്ട് സമാധാനത്തെ തകർക്കുന്ന എന്തിനോടും ദൈവിക മതത്തിന് ശത്രുതയാണ്. നമുക്കറിയാം, മദ്യപാനത്തോട് കർക്കശമായ നിലപാടാണ് ദൈവിക മതം പുലർത്തുന്നത്. അവിടെ മദ്യപാനം കൊണ്ട് ക്യാൻസർ ഉണ്ടാകും, അർബുദം ബാധിക്കും, അതൊന്നുമല്ല. അടിസ്ഥാനപരമായി നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം, സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ തിന്മകളുടെയും, എല്ലാ കുഴപ്പങ്ങളുടെയും, എല്ലാ പാപങ്ങളുടെയും, എല്ലാ പ്രശ്നങ്ങളുടെയും പ്രേരണയും കാരണവും, സമൂഹത്തിലുണ്ടാകുന്ന സകല തോന്നിവാസങ്ങളുടെയും, ധിക്കാരങ്ങളുടെയും, തമ്മാടിത്തരങ്ങളുടെയും എല്ലാ പ്രേരണയും കാരണവും ലഹരിയാണ്, മദ്യമാണ്, ദൈവിക മതമാണ്. ലോകത്ത് പുരോഹിത മതങ്ങളെയും നാം പരിശോധിച്ചു നോക്കുക, ദൈവിക മതത്തെയും പരിശോധിച്ചു നോക്കുക. ദൈവിക മതമാണ് ശക്തമായി, കർക്കശമായി നിഷിദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട്, പാപമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മദ്യത്തിനെതിരെ കർക്കശമായ നിലപാട് പുലർത്തുന്ന ദൈവിക മതമാണ്. പലിശ നമുക്കറിയാം, അത് ഏറെ ചൂഷണങ്ങൾക്ക് വിധേയമാക്കുന്നു, അനേകം ആളുകളുടെ സ്വസ്ഥത തകർക്കുന്നു, നാടിന്റെ സമാധാനം തകർക്കുന്നു, അനേകം കുടുംബങ്ങളെ ആത്മഹത്യയുടെ കുരുക്കിൽ കൊണ്ടുപോയി അകപ്പെടിപ്പിക്കുന്നത് പലിശയാണ്. നമുക്കതറിയാം. സഹോദരങ്ങളെ, ദൈവിക മതമാണ് കർക്കശമായി മനുഷ്യരുടെ